പല്ലാരിമംഗലം പഞ്ചായത്തിലെ പകുതിയോളം ഭാഗത്തേക്കുള്ള കുടിവെള്ളം മുട്ടിച്ച് സാമൂഹ്യ വിരുദ്ധർ. കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്ന ചെക്ക് ഡാം തുറന്നുവിട്ടതാണ് പ്രശ്നമായത്. ഇതിനെതിരെ വാട്ടർ അതോറിറ്റിയും ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസിൽ പരാതി നൽകി. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം എന്ന് വരുത്താൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് സംശയിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു പറഞ്ഞു. പല്ലാരിമംഗലം പഞ്ചായത്തിലെ 5 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് വരുമ്പുപാറ ചെക്ക് ഡാം തുറന്നുവിട്ടതുമൂലം പ്രതിസന്ധിയിലായത്. പലക കൊണ്ടുള്ള 10 ഷട്ടറുകളും തുറന്നുവിടുകയായിരുന്നു. ഇതോടെ പുഴയും കുടിവെള്ള പദ്ധതിയുടെ കിണറും വറ്റി. പമ്പിംഗ് നടത്താൻ കഴിയാതെ വന്നതോടെ കുടിവെള്ള വിതരണവും മുടങ്ങി. കുടിവെള്ളം കിട്ടാതെ 100 കണക്കിന് വീട്ടുകാരാണ് ദുരിതത്തിലായത്. മീൻപിടുത്തമോ താഴേക്ക് വെള്ളം ഒഴുക്കുന്നതിനോ ലക്ഷ്യമിട്ടാണ് ചെക്ക് ഡാം തുറന്നുവിട്ടതെന്ന് സംശയിക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും വാട്ടർ അതോറിറ്റിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ശുദ്ധജല ക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്ന വരമ്പുപാറ കുടിവെള്ള പദ്ധതി ഇന്നു മുതൽ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത വിധം ചില സാമൂഹ്യ ദ്രോഹികൾ ചെക്ക് ഡാമിൽ നിന്ന് പലകകളെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. ഏതോ സാമൂഹ്യദ്രോഹികൾ അർദ്ധരാത്രിക്ക് ശേഷം ചെയ്ത പ്രവൃത്തികളാണ് ആണ് മനസ്സിലാകുന്നത്. ഇന്നലെ വരെ പമ്പിങ് നടന്ന ഒരു പമ്പ് ഹൗസാണ്. ഇത് വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇത്തരം സാമൂഹ്യദ്രോഹികളെ നിലയ്ക്ക് നിർത്താൻ പോലീസും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും വളരെ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ഇനി 1-2 ദിവസം കൊണ്ടാണ് ഇവിടെ വെള്ളം സ്കോർ ചെയ്ത് പദ്ധതി പമ്പിങ് പുനരാരംഭിക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ആസൂത്രിതമായ അട്ടിമറിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം താറുമാറാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് ലക്ഷ്യമെന്നും PK മൊയ്തു പറഞ്ഞു. ഇത് പല പ്രാവശ്യം ആവർത്തിച്ചാണ്. പണ്ടൊക്കെ മീൻപിടുത്തക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത് തികഞ്ഞ ജനദ്രോഹ പ്രവർത്തനമാണ്, സാമൂഹ്യദ്രോഹ പ്രവർത്തനമാണ്. ഇത് മനസ്സിലാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ ഒറ്റക്കെട്ടായ പിന്തുണ ഉണ്ടാകും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. GTV ന്യൂസ്, പല്ലാരിമംഗലം.